അപ്പോൾ അടുത്തൊരു ഭാഗമാണ് നമ്മുടെ ഇൻകം ഓഫ് ചാരിറ്റബിൾ റിലീജിയസ് ആൻഡ് പൊളിറ്റിക്കൽ പാർട്ടീസ് അല്ലെ. അതായത് ഇപ്പോൾ എന്താണ് ചാരിറ്റബിൾ ട്രസ്റ്റ്, റിലീജിയസ് ട്രസ്റ്റ്, പൊളിറ്റിക്കൽ പാർട്ടീസ്. ഈ ഇത്തരം ആൾക്കാർക്ക് കുറച്ച് എക്സംഷൻസ് ഉണ്ട്. അതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ഭാഗത്ത് പറയാൻ പോകുന്നത്. നോക്കാം അപ്പൊ നമുക്ക് അല്ലെ. ചാരിറ്റബിൾ ട്രസ്റ്റ്, റിലീജിയസ് ട്രസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ എന്തായിരിക്കും? അവരുടെ ലക്ഷ്യം എന്തായിരിക്കില്ല? പ്രോഫിറ്റ് മോട്ടീവ് ആയിരിക്കില്ല അല്ലെ. ഇപ്പൊ ഇവിടെ നമ്മളെ ഗവൺമെന്റും അല്ലെങ്കിൽ ഇപ്പോ പബ്ലിക് ആയിട്ടുള്ള ചില ട്രസ്റ്റുകളും അല്ലെങ്കിൽ പബ്ലിക് ആയിട്ടുള്ള റിലീജിയസ് ട്രസ്റ്റുകളൊക്കെ എന്ത് ചെയ്യാറുണ്ട്? അവര് എന്താണ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടീസും അവർക്ക് ഇൻകം കിട്ടാറുണ്ട് അല്ലെ. പല രീതിയിൽ ഇൻകം കിട്ടാറുണ്ട്. അപ്പോ അതിന് അവർക്ക് കുറച്ച് എക്സംഷൻസ് ഉണ്ട്. എന്തിനായിരിക്കും എക്സംഷൻസ് കൊടുക്കുന്നത്? ഇപ്പൊ നമ്മുടെ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നൊക്കെ പറയുമ്പോ എന്താണ് അവരുടെ മോട്ടീവ് എന്ന് പറയുമ്പോ എന്താ? ഇപ്പോ എന്താണ് നമ്മുടെ സമൂഹത്തില് പാവപ്പെട്ട ആൾക്കാരെ സഹായിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ ട്രസ്റ്റുകൾ രൂപീകരിച്ചിട്ടുള്ളത് അല്ലെ. അതേപോലെ തന്നെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ റിലീജിയസ് ട്രസ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ മതപരമായിട്ടുള്ള കാര്യങ്ങള് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് അതുമായി ബന്ധപ്പെട്ട ട്രസ്റ്റുകളായിരിക്കും റിലീജിയസ് ട്രസ്റ്റ് എന്ന് പറയുന്നത്. പൊളിറ്റിക്കൽ പാർട്ടി ആണെന്നുണ്ടെങ്കിലോ പൊളിറ്റിക്കൽ പാർട്ടിയും അവരും എന്ത് ചെയ്യുന്നുണ്ട്? ഇതുപോലെ സൊസൈറ്റിയുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം എന്താണ് പാർട്ടീസിനും ട്രസ്റ്റുകൾക്കും എന്ത് കൊടുക്കുന്നുണ്ട്? എക്സംഷൻസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതെങ്ങനെയാണ് എക്സംഷൻ കൊടുക്കുന്നത്? നമുക്കറിയാം ടാക്സിൽ എന്ത് എക്സംഷൻസ് ഉണ്ടെന്ന് പറയുകയാണെങ്കിലും കണ്ടീഷൻസ് ഉണ്ട്. ഈ കണ്ടീഷൻസ് ഒക്കെ ഫുൾഫിൽ ചെയ്തെങ്കിൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ? ടാക്സ് എക്സംഷൻസ് കിട്ടുള്ളൂ. ഓക്കെ. അപ്പൊ നമുക്ക് അതിന് മുന്നേ എന്തറിയണം? എന്താണ് ചാരിറ്റബിൾ പർപ്പസ്? എന്താണ് റിലീജിയസ് പർപ്പസ്? ഓക്കെ. അതായത് ചാരിറ്റബിൾ പർപ്പസിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ഇൻകം ടാക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ എന്താണ് റിലീജിയസ് ട്രസ്റ്റ്? അതായത് നമ്മളിപ്പോ റിലീജിയസ് ട്രസ്റ്റ് എന്താണ് എന്നൊക്കെ നമ്മൾ പറയുന്നു. അപ്പൊ അതിനു മുന്നേ എന്താണ് ചാരിറ്റബിൾ പർപ്പസ് അല്ലെ? ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ലക്ഷ്യം എന്താണോ അതിനനുസരിച്ചാണ് അവർക്ക് എക്സംഷൻ കിട്ടുന്നത്. അല്ലെങ്കിൽ റിലീജിയസ് ട്രസ്റ്റിന്റെ പർപ്പസ് എന്താണോ അതിനനുസരിച്ചാണ് അവർക്ക് എക്സംഷൻ കിട്ടുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. നമ്മുടെ ഇവിടെ പറയാൻ പോകുന്നത് ചാരിറ്റബിൾ ആൻഡ് റിലീജിയസ് ട്രസ്റ്റിന് കിട്ടുന്ന എക്സംഷനെ കുറിച്ചിട്ടാണ്. അപ്പൊ നമുക്ക് അതിന് മുന്നേ എന്തറിയണം? ചാരിറ്റബിൾ പർപ്പസ് അറിയണം. സെക്ഷൻ 2 സബ്സെക്ഷൻ 15 എന്താണ് ചാരിറ്റബിൾ പർപ്പസ് എന്ന് കറക്റ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എന്താണ് ചാരിറ്റബിൾ പർപ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ചാരിറ്റബിൾ പർപ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിലീഫ് ടു ദി പുവർ അല്ലെ. എന്താണ്? നമ്മുടെ പാവപ്പെട്ട ആൾക്കാർക്ക് അവരെ സഹായിക്കുക. അല്ലെങ്കിലോ പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ ഓർ ലിറ്ററസി അല്ലെ. നമ്മൾ എന്ത് ചെയ്യാണ്? എഡ്യൂക്കേഷനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ചില ചാരിറ്റബിൾ ആക്ടിവിറ്റീസ് ചെയ്യുന്നു. ദെൻ ഹോസ്പിറ്റൽ ഓർ മെഡിക്കൽ ഫെസിലിറ്റീസ് അല്ലെ. നമ്മൾ പ്രൊവൈഡിങ് മെഡിക്കൽ റിലീഫ് അല്ലെ. പാവപ്പെട്ട ആൾക്കാർക്ക് സൗജന്യമായിട്ട് ചികിത്സകൾ കൊടുക്കുക. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ സർവീസസുകൾ കൊടുക്കുക. ഓക്കെ. ദെൻ അതുപോലെ തന്നെ എന്താണ് മറ്റ് അതർ ഒബ്ജക്റ്റ് അല്ലെ. അതായത് നമ്മുടെ സൊസൈറ്റിക്ക് പ്രയോജനകരമാകുന്ന ഏത് ആക്ടിവിറ്റിയും എന്താണ് അതിനെ നമ്മൾ എന്തിന്റെ അണ്ടറിൽ പെടുത്തും? ചാരിറ്റബിളിന്റെ അണ്ടറിൽ പെടുത്തും. അപ്പൊ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിന് ഈ പറയുന്ന ലക്ഷ്യമായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. ഓക്കെ. താഴെ പറയുന്ന ഇത്തരം ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ആണോ എങ്കിൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ? എക്സംഷൻ കിട്ടുള്ളൂ. ഓക്കെ. അപ്പൊ ചാരിറ്റബിൾ പർപ്പസ് എന്താന്ന് നമ്മൾ പറഞ്ഞു. ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റിലീജിയസ് പർപ്പസ് എന്താണ് അല്ലെ? റിലീജിയസ് പർപ്പസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ട്രസ്റ്റ് ഫോർ ദി അഡ്വാൻസ്മെന്റ്, സപ്പോർട്ട് ഓർ പ്രൊപ്പഗേഷൻ ഓഫ് എ പർട്ടിക്കുലർ റിലീജിയൻ. ഇറ്റ് മസ്റ്റ് ബി എ പർട്ടിക്കുലർ റിലീജിയസ് ട്രസ്റ്റ്. എന്താ അവിടെ പറയുന്നത്? നമ്മളിപ്പോ ഒരു മതപരമായിട്ടില്ല അല്ലെ, ഒരു റിലീജിയസ് ലക്ഷ്യമായിരിക്കണം. അതായത് ഇപ്പോ ഒരു മതത്തിന്റെ പ്രചാരണം, അല്ലെങ്കിൽ നമ്മളിപ്പോ നമ്മുടെ ആരാധനാലയങ്ങളുടെ അല്ലെ, പള്ളികളുടെ അല്ലെങ്കിൽ അമ്പലങ്ങള്, അതിന്റെയൊക്കെ മെയിൻ്റനൻസ് അല്ലെ, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? അതിന്റെ മെയിൻ്റനൻസ്. പിന്നെ അതുപോലെ തന്നെ അങ്ങനെയുള്ള ആക്ടിവിറ്റീസുകളിൽ ഏർപ്പെടുന്നതാണ് റിലീജിയസ് ട്രസ്റ്റ്. അപ്പൊ അവിടെ കണ്ടീഷൻ ഉണ്ട്. ഈ റിലീജിയസ് ട്രസ്റ്റ് എന്തായിരിക്കണം? അത് ഇറ്റ് മസ്റ്റ് ബി എ പബ്ലിക് റിലീജിയസ് ട്രസ്റ്റ് ആയിരിക്കണം അല്ലെ. അതൊരു പബ്ലിക് റിലീജിയസ് ട്രസ്റ്റ് ആയിരിക്കണം. ആ ട്രസ്റ്റ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്?
എന്തിനു വേണ്ടിയിട്ടുള്ളതായിരിക്കണം? അഡ്വാൻസ്മെന്റ് ആൻഡ് സപ്പോർട്ട് ഓർ പ്രൊപ്പോഗേഷൻ ഓഫ് എ പർട്ടിക്കുലർ റിലീജിയൻ, അല്ലെ? അതായത് ഒരു പർട്ടിക്കുലർ റിലീജിയനുമായി ബന്ധപ്പെട്ട് അതിന്റെ സപ്പോർട്ട്, മതത്തിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അതിന്റെ മതപരമായിട്ടുള്ള കാര്യങ്ങളെ അല്ലെങ്കിൽ അവരുടെ ആരാധനാലയങ്ങളെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കണം ഈ ഒരു ട്രസ്റ്റ് രൂപീകരിക്കുന്നത്. അതേപോലെ തന്നെ എന്തും കൂടെ വേണം, ഇറ്റ് മസ്റ്റ് ബി എ പബ്ലിക് ട്രസ്റ്റ്, അതൊരു പബ്ലിക് ട്രസ്റ്റും ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് എന്ത് നമ്മളിപ്പോ ഈ ചാരിറ്റബിൾ ആൻഡ് റിലീജിയസ് ട്രസ്റ്റ് പറയുമ്പോൾ നിർബന്ധമായിട്ടും നമുക്ക് എന്തറിയണം? ഇതിന്റെ പർപ്പസ് എന്താണെന്ന് അറിയണം, അല്ലെ? ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിന് നമ്മൾ ഇൻകം എക്സംഷൻ കൊടുക്കുമ്പോൾ അതിന്റെ പർപ്പസ് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയണം. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ പർപ്പസ്, ഇതിനാണോ ചാരിറ്റബിൾ സൊസൈറ്റി ഉണ്ടാക്കിയിട്ടുള്ളത്? അല്ലെങ്കിൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ലക്ഷ്യം നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളാണെങ്കിൽ മാത്രമേ എന്ത് കിട്ടുന്നുള്ളൂ? എക്സംഷൻ കിട്ടുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ഈ ഒരു ഭാഗത്ത് റിലീജിയസ് പർപ്പസ് ആൻഡ് അതുപോലെ തന്നെ ചാരിറ്റബിൾ പർപ്പസിൽ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് അറിയണം അല്ലെ എങ്ങനെയാണ് ഇവർക്ക് ടാക്സ് എക്സംഷൻ കിട്ടുക എന്ന് അറിയണം, അല്ലെ? അപ്പൊ എന്തുണ്ട്, ഈ ചാരിറ്റബിൾ ട്രസ്റ്റിന് ഒരു അതായത് ഫോർമേഷൻ ഓഫ് ചാരിറ്റബിൾ ട്രസ്റ്റ്. ഓക്കെ, അതായത് ഫോർമേഷൻ ഓഫ് റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ്. അപ്പൊ ഇവിടെ അറിയണം എന്ത്, അതായത് ഇറ്റ് ഈസ് നോട്ട് എ കമ്പൽസറി ദാറ്റ് ദി ട്രസ്റ്റ് ഷുഡ് ഹാവ് എ ഡീഡ്, ബട്ട് ഇറ്റ് ഈസ് ബെറ്റർ ഇഫ് ഇറ്റ് ഹാസ് ആൻ എഗ്രിമെന്റ് ബിറ്റ്വീൻ ട്രസ്റ്റി ഓർ മെമ്പേഴ്സ് ഓഫ് ദി ട്രസ്റ്റ്. ദി ട്രസ്റ്റ് ഷുഡ് വർക്ക് ഫോർ ചാരിറ്റബിൾ ഓർ റിലീജിയസ് പർപ്പസ്. Then only the income of public charitable trust is entitled for exemption from tax provided for the following conditions are satisfied. അല്ലെ? എന്താ ഇവിടെ പറയുന്നത്? നമ്മൾ പറഞ്ഞു എന്ത്, ഈ ട്രസ്റ്റ് എന്ന് പറയുന്നത് അല്ലെ അതിന്റെ ഫോർമേഷൻ അല്ലെ. നമ്മളിപ്പോ ഒരു ട്രസ്റ്റ്, അത് റിലീജിയസ് ട്രസ്റ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ആയിക്കോട്ടെ, അപ്പൊ അത് നമ്മൾ ഫോം ചെയ്യുമ്പോൾ അതിന്റെ ഒരു എഗ്രിമെന്റ് അല്ലെ, ഒരു എഗ്രിമെന്റിന്റെ പുറത്ത്, അതായത് അത് ട്രസ്റ്റിയും അതുപോലെ തന്നെ മെമ്പേഴ്സും അല്ലെ ഒരു എഗ്രിമെന്റ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ എഗ്രിമെന്റ് ഉണ്ടെങ്കിൽ എന്തായിരിക്കും, ഒന്നും കൂടി നല്ലതായിരിക്കും, അല്ലെ? ആൻഡ് അപ്പൊ നമ്മളിവിടെ ഈ ഒരു ഭാഗത്ത് പറയുന്നത് ഓക്കെ, അപ്പൊ നമ്മളിവിടെ ഫോർമേഷൻ ഓഫ് റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്, അല്ലെ? അപ്പൊ നമ്മൾ പറഞ്ഞു എന്ത്, നമ്മളിപ്പോ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കാൻ അവിടെ ഒരു ഡീഡ്, അതായത് ഒരു എഗ്രിമെന്റ് ഇല്ലാതെയും നമുക്ക് എന്തുണ്ടാക്കാം, ട്രസ്റ്റ് ഉണ്ടാക്കാം. പക്ഷേ നമ്മളിപ്പോ ഒരു ട്രസ്റ്റിയും അതിലുള്ള മെമ്പേഴ്സും തമ്മിൽ ഒരു ഡീഡ് ഉണ്ടാവുകയാണെങ്കിൽ, ഒരു എഗ്രിമെന്റ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെയധികം നല്ലതാണ്, അല്ലെ? ഉണ്ടായിട്ടില്ലെങ്കിലും ട്രസ്റ്റ് രൂപീകരിക്കാം, പക്ഷെ എഗ്രിമെന്റ് ഉണ്ടെങ്കിൽ അതെന്താണ്, വളരെയധികം അനുയോജ്യമാണ്. ഇനിയിപ്പോ അതുപോലെ തന്നെ ഈ ട്രസ്റ്റിന്റെ ലക്ഷ്യം എന്തായിരിക്കണം, അതായത് പബ്ലിക്കിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ സർവീസ് ആയിരിക്കണം, അല്ലെ? അല്ലെങ്കിൽ ഒരു റിലീജിയസ് ട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതത് മതവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതത് റിലീജിയനുമായി ബന്ധപ്പെട്ട ഡെവലപ്മെന്റ് ആയിരിക്കണം. അതിന് വേണ്ടിയിട്ടായിരിക്കണം എന്തുണ്ടാക്കുന്നത്, ആ ട്രസ്റ്റ് രൂപീകരിക്കേണ്ടത്. അപ്പോ ഇതാണ് ഇതിന്റെ ഫോർമേഷനിൽ പറയുന്നത്, അല്ലെ? ഇനിയിപ്പോ നമ്മൾ പറഞ്ഞു എന്ത്, ഈ റിലീജിയസ് ട്രസ്റ്റിനും അതുപോലെ തന്നെ നമ്മുടെ ഈ ചാരിറ്റബിൾ ട്രസ്റ്റിനും എന്ത് കിട്ടണം, ഇൻകം കിട്ടും, അല്ലെ? ഇൻകം കിട്ടും, അല്ലെ? അപ്പൊ ഇൻകം കിട്ടുമ്പോൾ അതിന് എക്സംഷൻ ഉണ്ട് എന്ന് പറഞ്ഞു. ആ എക്സംഷനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഭാഗത്ത് പറയുന്നത്, അല്ലെ? അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്ത്, ചാരിറ്റബിൾ ട്രസ്റ്റ് എന്താന്ന് പറഞ്ഞു, റിലീജിയസ് ട്രസ്റ്റ് എന്താന്ന് പറഞ്ഞു, അതിന്റെ ലക്ഷ്യം പർപ്പസ് എന്താന്ന് ഇപ്പൊ നമുക്ക് ഏകദേശം അറിയാം. പിന്നെ നമ്മൾ അതിന്റെ ഫോർമേഷനെ കുറിച്ച് പറഞ്ഞു, അല്ലെ? എഗ്രിമെന്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി നല്ലതാണ്. അതുപോലെ തന്നെ ഈ ട്രസ്റ്റിന്റെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ എന്തായിരിക്കണം, അല്ലെങ്കിൽ ഇത് എന്തിനു വേണ്ടിയിട്ടായിരിക്കണം, ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഒരു സമൂഹത്തിലെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം. അല്ലെങ്കിൽ റിലീജിയസ് ട്രസ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ ആ മതവുമായി ബന്ധപ്പെട്ട് ആ മതത്തെ ഡെവലപ്പ് ചെയ്യാനും പ്രോത്സാഹിപ്പിക്കാനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം ആ ട്രസ്റ്റിൽ നടക്കേണ്ടത്, അല്ലെ? ഇനി നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത് എന്താണ്, ഈ ട്രസ്റ്റിനും അതായത് ചാരിറ്റബിൾ ട്രസ്റ്റിനും റിലീജിയസ് ട്രസ്റ്റിനും ഇൻകം പല രീതിയിൽ അവർക്ക് ഇൻകം കിട്ടും, അല്ലെ? അപ്പൊ അതിൽ നിന്ന് എന്തുണ്ട്, ടാക്സ് എക്സംഷൻ ഉണ്ട്. അങ്ങനെ ടാക്സ് എക്സംഷൻ കിട്ടണമെങ്കിൽ താഴെ പറയുന്ന 3 കണ്ടീഷൻസ് അവര് ഫുൾഫിൽ ചെയ്യണം. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ഒന്നാമത്തെ കണ്ടീഷൻ? ഒന്നാമത്തത്
ട്രസ്റ്റ് രജിസ്ട്രേഷൻ. ഒന്നാമത്തെ കണ്ടീഷനാണ് ട്രസ്റ്റ് രജിസ്ട്രേഷൻ. എന്താണ് പറയുന്നത്? ട്രസ്റ്റ് സ്ഥാപിച്ച് ഒരു വർഷത്തിനുള്ളിൽ തന്നെ എന്ത് ചെയ്യണം? ഒരു വർഷത്തിനുള്ളിൽ തന്നെ കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സിൽ രജിസ്റ്റർ ചെയ്യണം. ഓക്കെ, അതായത് ട്രസ്റ്റ് സ്ഥാപിച്ച് ഒരു വർഷത്തിനുള്ളിൽ തന്നെ എന്ത് ചെയ്യണം? കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സിൽ രജിസ്റ്റർ ചെയ്യണം. ദെൻ രണ്ടാമത്തെ കണ്ടീഷൻ നോക്കൂ, അക്കൗണ്ട്സ് ഓഡിറ്റ് അല്ലെ. എന്ത് ചെയ്യണം? ട്രസ്റ്റിന്റെ മൊത്തത്തിലുള്ള വരുമാനം അതിപ്പോ ഒരു 25,000 എബോ ആണെങ്കിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് അത് ഓഡിറ്റ് ചെയ്യണം. അതിന്റെ റിപ്പോർട്ടും തയ്യാറാക്കിയിട്ട് ഇൻകം ടാക്സ് റിട്ടേണിനോടൊപ്പം നൽകണം. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ കണ്ടീഷൻ എന്താണ്? ട്രസ്റ്റ് രജിസ്ട്രേഷൻ അല്ലെ, അതായത് കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സിൽ രജിസ്ട്രേഷൻ നടത്തണം. രണ്ടാമത്തത് എന്താണ്? അക്കൗണ്ട്സ് ഓഡിറ്റ് അല്ലെ. 25,000 മുകളിൽ ആ ഒരു ട്രസ്റ്റിന് ഇൻകം കിട്ടുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അത് ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് വഴി അത് ഓഡിറ്റ് ചെയ്ത് അതിന്റെ റിപ്പോർട്ട് ഇൻകം ടാക്സ് റിട്ടേണിനോടൊപ്പം നൽകണം. മൂന്നാമത്തതോ ട്രസ്റ്റ് മണി അല്ലെ. ഇപ്പൊ നമുക്ക് ട്രസ്റ്റിന് കിട്ടുന്ന ഫണ്ട് അല്ലെ, അത് സെക്ഷൻ 11 സബ്സെക്ഷൻ 15 പറയുന്ന സെക്യൂർഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റിൽ മാത്രമേ അത് എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ അല്ലെ. അതായത് സെക്യൂർഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയായിരിക്കും? ഗവൺമെന്റിന്റെ ബോണ്ട്, അതുപോലെ തന്നെ ബാങ്കിലെ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്, പോസ്റ്റ് ഓഫീസ് സേവിങ്സ്, അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെന്റുകളിലായിരിക്കണം ഈ ട്രസ്റ്റിന്റെ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ മാത്രമേ ഈ ട്രസ്റ്റിന് കിട്ടുന്ന ഇൻകം എക്സംപ്റ്റഡ് ആവുകയുള്ളൂ. ഓക്കെ, ദെൻ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്ന് പഠിക്കുന്നത് അല്ലെ. എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോ? അതായത് ട്രസ്റ്റിന് എങ്ങനെ എക്സംഷൻ കിട്ടും അല്ലെ, അതായത് 3 കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യണം എങ്കിൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ? ട്രസ്റ്റിന് എക്സംഷൻ കിട്ടുകയുള്ളൂ അല്ലെ. അപ്പൊ ഏതൊക്കെയാണ് ആ 3 കണ്ടീഷൻ എന്ന് പറയുന്നത്? ഒന്നാമത്തത്, ദി ട്രസ്റ്റ് ഷുഡ് ഗെറ്റ് ഇറ്റ്സെൽഫ് രജിസ്റ്റേർഡ് വിത്ത് ദി കമ്മീഷൻ ഓഫ് ഇൻകം ടാക്സ് അല്ലെ. കമ്മീഷൻ ഓഫ് ഇൻകം ടാക്സിൽ എന്ത് ചെയ്യണം? ആ ഒരു ട്രസ്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്ത് 1 ഇയർ ആവുന്നതിന് മുന്നേ തന്നെ അത് രജിസ്റ്റർ ചെയ്യണം. 25,000-നേക്കാളും ഇൻകം ഉണ്ടെങ്കിൽ അതൊരു ഓഡിറ്റർ, ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഓഡിറ്റ് ചെയ്യണം അല്ലെ. അത് ഇൻകം ടാക്സ് റിട്ടേൺസ് ഓഫ് ഇൻകത്തിന്റെ കൂടെ അത് സമർപ്പിക്കണം. ദെൻ മൂന്നാമത്തത് എന്താ പറയുന്നത്? ഈ ട്രസ്റ്റിന്റെ ഫണ്ട് എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം? അത് ഇൻവെസ്റ്റഡ് ഇൻ എനി വൺ അല്ലെങ്കിൽ മോർ ഓഫ് ദി സ്പെസിഫൈഡ് മോഡ്സ് ഓഫ് മെൻഷൻഡ് സെക്ഷൻ 11 സബ്സെക്ഷൻ 5 അല്ലെ. അതായത് ഇങ്ങനെ ഈ ട്രസ്റ്റിന് കിട്ടുന്ന ഫണ്ട് സെക്യൂർഡ് ആയിട്ടുള്ള സെക്ഷൻ 11 സബ്സെക്ഷൻ 5 പറയുന്ന ഇൻവെസ്റ്റ്മെന്റുകളിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? അത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അല്ലെ. സെക്ഷൻ 11 സബ്സെക്ഷൻ 5 പറയുന്ന ഇൻവെസ്റ്റ്മെന്റ് എന്തൊക്കെയാണ്? ഒന്ന് ഗവൺമെന്റിന്റെ ബോണ്ട്, അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസ് സേവിങ്സ്, അതുപോലെ തന്നെ അങ്ങനെയുള്ള സേവിങ്സിലായിരിക്കണം ഇത് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ അടുത്തൊരു ഭാഗം നോക്കാം. ഇപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു ടാക്സ് എക്സംഷൻ ഫോർ ട്രസ്റ്റ് അല്ലെ, സെക്ഷൻ 11 and 12. അപ്പൊ നമ്മൾ പറഞ്ഞു ഏതൊക്കെ ഇൻകത്തിനാണ് ഇങ്ങനെ ട്രസ്റ്റുകൾക്ക് ടാക്സ് എക്സംഷൻ കിട്ടുന്നത് അല്ലെ. ഇപ്പൊ ട്രസ്റ്റിന് ഏതൊക്കെ രീതിയിൽ ഇൻകം കിട്ടും? ഒന്ന്, ട്രസ്റ്റിന്റെ പ്രോപ്പർട്ടിയിൽ അല്ലെ. ട്രസ്റ്റിന് ഇപ്പൊ എന്തെങ്കിലും ബിൽഡിങ്ങോ അല്ലെങ്കിൽ വല്ല തോട്ടങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പൊ റിലീജിയസ് ട്രസ്റ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ആയിക്കോട്ടെ, അവർക്കൊക്കെ ആ ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടുന്ന ഇൻകം ഉണ്ടാവും അല്ലെ. ഇപ്പൊ റിലീജിയസ് ട്രസ്റ്റിനൊക്കെ ഇപ്പൊ ആരെങ്കിലും ഒക്കെ വഖഫായിട്ട് കൊടുക്കുന്നുണ്ടായിരിക്കും അല്ലെ. ഇപ്പൊ വഖഫ് മീൻസ് അല്ലെങ്കിൽ ഇപ്പൊ ഏതാണെങ്കിലും, ഇപ്പൊ മുസ്ലിംസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ പള്ളികൾക്കൊക്കെ എന്ത് കൊടുക്കും? വഖഫ് എന്നുള്ള രീതിയിൽ പല സംഭവങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ മറ്റു മതസ്ഥരാണെന്നുണ്ടെങ്കിൽ അവർക്കും എന്തുണ്ടായിരിക്കും? അവരുടേതായിട്ടുള്ള പ്രോപ്പർട്ടികൾ ഉണ്ടായിരിക്കും. അപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം അല്ലെ. പിന്നെ ഈ ട്രസ്റ്റുകൾക്ക് വേറെ എവിടുന്ന ഇൻകം കിട്ടുക? ചില ആൾക്കാർ എന്ത് ചെയ്യും? വളണ്ടറി ഡൊണേഷൻ കൊടുക്കും അല്ലെ. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചില ആൾക്കാര് ഇങ്ങനെ കോൺട്രിബ്യൂട്ടർ, അതായത് ഇപ്പൊ വളണ്ടറി ഒരു വ്യക്തി എന്ത് ചെയ്യാണ്? കോർപ്പസ് ഡൊണേഷൻ ആയിട്ട് കൊടുക്കും അല്ലെ. കോർപ്പസ് ഡൊണേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? സ്ഥിരമായിട്ട്, അതായത് ആ കോർപ്പസ് ഡൊണേഷൻ ആയിട്ട് ഒരാള് കുറച്ച് എമൗണ്ട് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? ട്രസ്റ്റിന്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടല്ല അത് യൂസ് ചെയ്യേണ്ടത്. അത് എവിടെയെങ്കിലും പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ട്രസ്റ്റ്
അതിന്റെ ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഡൊണേറ്റർ പറയാണ് എന്ത് കോർപ്പസ് ഫണ്ട് ആയിട്ടാണ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ട്രസ്റ്റ് എന്ത് ചെയ്യാൻ പാടില്ല, അത് എടുക്കാൻ പാടില്ല അല്ലെ. ആ കോർപ്പസ് ഡൊണേഷൻ എന്ത് ചെയ്യണം, എവിടെയെങ്കിലും പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ഇൻകത്തിനും എന്തില്ല, ടാക്സ് എക്സംഷൻ ഉണ്ട്. ഓക്കെ, ടാക്സ് എക്സംഷൻ ഉണ്ട്, പക്ഷെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ടാക്സ് എക്സംഷൻ കിട്ടണമെങ്കിൽ എന്തുണ്ടായിരിക്കണം, കുറച്ച് കണ്ടീഷൻസ് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഈ രണ്ട് ഇൻകത്തിനും എന്ത് കിട്ടുകയുള്ളൂ, ടാക്സ് എക്സംഷൻ കിട്ടുകയുള്ളൂ. ഏതാണ് ഒന്നാമത്തെ കണ്ടീഷൻ? ഇപ്പൊ നമ്മൾ പറഞ്ഞു ഈ ട്രസ്റ്റുകള് ഇവർക്ക് കിട്ടുന്ന ഇൻകം എന്തിനായിരിക്കണം ചെലവാക്കേണ്ടത്, അവരുടെ ട്രസ്റ്റ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു എന്ത് റിലീജിയസ് പർപ്പസിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടിയിട്ടും ആയിരിക്കണം എന്താവേണ്ടത്, ഈ ഇൻകം അവർ ചെലവാക്കേണ്ടത്. then അതുപോലെ തന്നെ അതിൻ്റെയോടൊപ്പം തന്നെ പറയുന്ന ഒരു കാര്യമാണ് എന്ത്, ഇപ്പൊ ഒരു ട്രസ്റ്റ് ബിസിനസ് നടത്തുകയാണെന്ന് വിചാരിച്ചോ അല്ലെ. ട്രസ്റ്റിന് എന്തുണ്ട്, ട്രസ്റ്റിന്റെ കീഴിൽ ഒരു ബിസിനസ് ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് അതിനെന്തില്ല, ടാക്സ് എക്സംഷൻ ഇല്ല അല്ലെ. പക്ഷെ ചില ഇപ്പൊ ബിസിനസ് ആണെങ്കിലും താഴെ പറയുന്ന ബിസിനസ്സുകൾക്ക്, ഇപ്പൊ ഒരു ട്രസ്റ്റ് താഴെ പറയുന്ന ബിസിനസ് ആണ് നടത്തുന്നതെങ്കിൽ അതിന് ടാക്സ് എക്സംഷൻ കിട്ടും. അല്ലാത്ത ബിസിനസ്സുകൾ, ട്രസ്റ്റ് നടത്തുന്ന ബിസിനസ്സുകൾക്ക് ടാക്സ് എക്സംഷൻ ഇല്ല. അത് പ്രോഫിറ്റ് ഫ്രം ബിസിനസ് എന്ന് പറഞ്ഞിട്ടുള്ള ഹെഡിന്റെ അണ്ടറിൽ ടാക്സ് കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ ഇവിടെ ഏതൊക്കെയാണ് ട്രസ്റ്റിന്റെ അണ്ടറിൽ ഒരു ബിസിനസ് നടത്തുകയാണെങ്കിൽ ടാക്സ് എക്സംഷൻ ഉള്ള ബിസിനസ്? ഒന്നാമത്തതാണ് നോക്കൂ. ഇപ്പോ ഈ റിലീജിയസ് ട്രസ്റ്റ് അവരുടെ മതവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ബുക്കുകളോ അല്ലെങ്കിൽ മതവുമായി ബന്ധപ്പെട്ട മതഗ്രന്ഥങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും മതവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രിന്റഡ് ആയിട്ടുള്ള വല്ല ബുക്സുകളൊക്കെ വിൽക്കുന്ന ഒരു ബിസിനസ് ആണെങ്കിൽ അതിനെന്ത് കിട്ടും, ടാക്സ് എക്സംഷൻ കിട്ടും. ദെൻ അതുപോലെ തന്നെ ബിസിനസ് നടത്തുന്നുണ്ട്, പക്ഷെ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് എന്തായിട്ടാണ് 100% ചാരിറ്റബിൾ അല്ലെങ്കിൽ ചാരിറ്റി പർപ്പസിന് വേണ്ടിയിട്ടാണെങ്കിൽ ആ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റിനും ടാക്സ് എക്സംഷൻ ഉണ്ട്. ഇനി അതുപോലെ തന്നെ ബിസിനസിന്റെ അക്കൗണ്ട്, ബിസിനസ് നടത്തുന്നുണ്ട്, ബിസിനസിന്റെ അക്കൗണ്ട് എന്ത് ചെയ്യാണ്, സെപ്പറേറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിലും ടാക്സ് എക്സംഷൻ കിട്ടും. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു ട്രസ്റ്റ് ബിസിനസ് നടത്തുകയാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് എന്തല്ല, ടാക്സ് എക്സംഷൻ കിട്ടില്ല. പക്ഷെ ചില ബിസിനസ്സുകൾക്ക്, താഴെ പറയുന്ന 3 ടൈപ്പ് ഓഫ് ബിസിനസ്സുകൾക്ക് എന്ത് കിട്ടും, ബിസിനസ് പ്രോഫിറ്റിന് ടാക്സ് എക്സംഷൻ കിട്ടും അല്ലെ. ഒന്നാമത്തത് ഈ ഒരു മതവുമായി ബന്ധപ്പെട്ട ബുക്സുകൾ വിൽക്കുന്ന ബിസിനസ് ആണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റിന് ടാക്സ് എക്സംഷൻ ഉണ്ട്. രണ്ടാമത്തതോ, ഇവിടെ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് ആ ഒരു ട്രസ്റ്റ് എന്ത് ചെയ്യാണ്, 100%ഉം ചാരിറ്റബിൾ പർപ്പസിനും റിലീജിയസ് പർപ്പസിനും വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അപ്പോഴും ആ പ്രോഫിറ്റിന് എക്സംഷൻ ഉണ്ട്. ദെൻ അതുപോലെ തന്നെ അടുത്തതോ, നമ്മുടെ ട്രസ്റ്റിന്റെ ബിസിനസ് അക്കൗണ്ടുകൾ സെപ്പറേറ്റ് ആയിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെങ്കിൽ അവിടെയും എന്തുണ്ട്, ആ കിട്ടുന്ന പ്രോഫിറ്റിനും എന്ത് കിട്ടുന്നുണ്ട്, നമുക്കിവിടെ എക്സംഷൻ കിട്ടുന്നുണ്ട് അല്ലെ. അപ്പൊ ഒന്നാമത്തെ കണ്ടീഷൻ അതാണ്. ഇനി നോക്കൂ, രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്, ഇൻകം ആക്ച്വലി അപ്ലൈഡ് അല്ലെ. അതായത് ഇപ്പോ നമ്മൾ എന്ത് ചെയ്യണം, ട്രസ്റ്റിന് ലഭിക്കുന്ന മൊത്തം ഇൻകത്തില് ഒരു 75% എങ്കിലും ആ ഒരു വർഷത്തെ ചാരിറ്റബിൾ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടായിരിക്കണം ചെലവാക്കേണ്ടത്. അതായത് ട്രസ്റ്റിന് കിട്ടുന്ന മൊത്തം ഇൻകത്തിന്റെ 75%ഉം ഒന്നല്ലെങ്കിൽ ചാരിറ്റബിൾ പർപ്പസിനോ അല്ലെങ്കിൽ റിലീജിയസ് ട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ റിലീജിയസ് പർപ്പസിനോ ആയിരിക്കണം അത് ഉപയോഗിക്കേണ്ടത്. ഇനിയിപ്പോ നമുക്ക് ആ ഒരു വർഷം ഉപയോഗിക്കാൻ നമുക്ക് എന്ത് ചെയ്തില്ല, മുഴുവനായിട്ട് ആ വർഷം എന്ത് ചെയ്യുന്നില്ല, ഉപയോഗിക്കാൻ പറ്റിയില്ല എന്ന് വിചാരിച്ചോ, എങ്കിൽ അടുത്ത വർഷമെങ്കിലും എന്ത് ചെയ്യണം, 75% ഉപയോഗിക്കണം. ഓക്കെ, ഇനിയിപ്പോ നമ്മൾ ചില ട്രസ്റ്റുകൾ ഉണ്ടായിരിക്കും ഇവർക്ക് 75% അവർ ഉപയോഗിക്കാതെ അവരെന്ത് ചെയ്യും, ഇങ്ങനെ അക്യുമുലേറ്റഡ് ആയിട്ട് വെക്കും അല്ലെ, അതായത് സേവ് ചെയ്ത് വെക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ സേവ് ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ ഇവിടെ പറയുന്നത്, നമ്മൾ പറഞ്ഞു രണ്ടാമത്തെ കണ്ടീഷനിൽ എന്താ പറഞ്ഞത്, 75% എങ്കിലും ട്രസ്റ്റ് എന്ത് ചെയ്യണം, ആ വർഷത്തെ റിലീജിയസ് പർപ്പസിനോ അല്ലെങ്കിൽ ചാരിറ്റബിൾ പർപ്പസിനോ വേണ്ടിയിട്ട് ഇത് ചെലവാക്കണം. ഓക്കെ, ഇനി ഇൻ കേസ് ഒരു ചാരിറ്റബിൾ ഓർ റിലീജിയസ് ട്രസ്റ്റ് 75% അവര് എന്ത് ചെയ്യുന്നില്ല, അവരിങ്ങനെ ഉപയോഗിക്കുന്നില്ല എന്ന് വിചാരിച്ചോ, അവരെന്ത് ചെയ്ത് വെക്കുകയാണ്, അത് സേവ് ചെയ്ത് വെക്കുകയാണ്.
അങ്ങനെ സേവ് ചെയ്ത് വെക്കുമ്പോൾ ടാക്സ് എക്സംഷൻ കിട്ടണമെങ്കിൽ താഴെ പറയുന്ന കണ്ടീഷൻസ് പാലിക്കണം. എന്തൊക്കെയാണ്? ഈ ട്രസ്റ്റ് അസസ്മെന്റ് ഓഫീസറെ ഒരു നോട്ടീസ് ഓഫ് അക്കുമുലേഷൻ, അതായത് ഇങ്ങനെ സേവ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ച് എഴുതി അറിയിക്കണം. രണ്ടാമത്തതോ, ഇങ്ങനെ സേവ് ചെയ്യുന്ന ഈ ഒരു ഫണ്ട് നമ്മളൊരു 10 ഇയേഴ്സിനേക്കാളും കൂടുതൽ പിടിച്ചു വെക്കാൻ പാടില്ല. ദാറ്റ് മീൻസ് 10 ഇയേഴ്സ് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇത് ഇങ്ങനെ സേവ് ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ സേവ് ചെയ്ത് വെക്കുന്ന പണം നമ്മൾ എന്ത് ചെയ്യണം? നോട്ടിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സെക്യൂർഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റിൽ മാത്രമേ ഇടാൻ പാടുള്ളൂ. അതായത് സെക്ഷൻ 11 സബ്സെക്ഷൻ 5 പറയുന്ന, നമ്മൾ നേരത്തെ പറഞ്ഞത്, ഇൻവെസ്റ്റ്മെന്റുകളിൽ മാത്രമേ അത് നിക്ഷേപിക്കാൻ പാടുള്ളൂ. ഓക്കെ, ഈ 3 കണ്ടീഷൻസ് പാലിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ അക്യുമുലേറ്റഡ് ഫണ്ടിന് എന്ത് കിട്ടുള്ളൂ? ടാക്സ് എക്സംഷൻ കിട്ടുള്ളൂ. ഓക്കെ, ദെൻ അതുപോലെ തന്നെ എന്താണ് അടുത്തത്? വളണ്ടറി കോൺട്രിബ്യൂഷൻ, അല്ലെ? വളണ്ടറി കോൺട്രിബ്യൂഷൻ. ഇപ്പൊ നമ്മൾ എന്താണ് പറഞ്ഞത്? വളണ്ടറി കോൺട്രിബ്യൂഷൻ നടത്തുകയാണ്, അല്ലെ? അപ്പൊ അവിടെ ഒരു ട്രസ്റ്റ് പൂർണ്ണമായും ചാരിറ്റബിൾ പർപ്പസ് അല്ലെങ്കിൽ റിലീജിയസ് പർപ്പസ് ആണെങ്കിൽ അതിന് കിട്ടുന്ന ഡൊണേഷൻ എന്തില്ല? നികുതി ഇല്ല, ടാക്സ് ഇല്ല. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്? പക്ഷെ അതിനും എന്ത് വേണം? മുകളിൽ പറഞ്ഞിട്ടുള്ള ആ 3 കണ്ടീഷൻസ് പാലിക്കണം, അല്ലെ? അതായത് 75% കണക്കൊക്കെ നമ്മൾ പറഞ്ഞല്ലോ, അല്ലെ? ഇപ്പൊ ഡൊണേഷൻ ആയിട്ട് ഒരു ട്രസ്റ്റിന് കിട്ടുന്ന ഇൻകത്തിന് എന്തില്ല? ടാക്സ് എക്സംഷൻ ഇല്ല. പക്ഷേ ആ ഇൻകം എന്തിനു യൂസ് ചെയ്യണം? റിലീജിയസ് പർപ്പസിനും അതുപോലെ തന്നെ നമ്മുടെ ചാരിറ്റബിൾ പർപ്പസിനും ആയിരിക്കണം ആ ഡൊണേഷൻ യൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ 3 കണ്ടീഷനും കൂടെ സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ? ചാരിറ്റബിൾ ഓർ റിലീജിയസ് ട്രസ്റ്റിന് കിട്ടുന്ന വളണ്ടറി ഡൊണേഷന് എക്സംഷൻ കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പൊ ഇനി അടുത്തൊരു ഭാഗം നോക്കാം നമുക്ക്. പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ ഇൻകം, അല്ലെ? അപ്പോൾ സെക്ഷൻ 13 സബ്സെക്ഷൻ എ. ഇപ്പൊ ഇവിടെ നമ്മൾ എന്താണ് പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്ത്? നമ്മളിപ്പോ ഇന്ത്യയിലുള്ള സിറ്റിസൺസ് ഒക്കെ ഒരുമിച്ച് കൂട്ടി അവരെന്ത് ചെയ്യുന്നു? ഒരു പാർട്ടി ഉണ്ടാക്കുന്നു, അല്ലെ? അതായത് ഇപ്പൊ ഇന്ത്യയിൽ സിറ്റിസൺസ് ചേർന്നുണ്ടാക്കുന്ന ഒരു കൂട്ടായ്മയാണ്, അല്ലെ? അപ്പൊ അതെന്ത് ചെയ്യണം? നമ്മൾ ഇലക്ഷൻ കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഈ പൊളിറ്റിക്കൽ പാർട്ടീസിന് കിട്ടുന്ന ഇൻകത്തിന് എന്തുണ്ട്? ടാക്സ് എക്സംഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് സെക്ഷൻ 13 സബ്സെക്ഷൻ എ പ്രകാരം ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് കിട്ടുന്ന ടാക്സ് എക്സംഷൻ കിട്ടുന്ന ഇൻകംസ് ഏതൊക്കെയാണ്, അല്ലെ? അതായത് എന്തൊക്കെയാണ്? എക്സംപ്റ്റ് ദി ഫോളോവിങ് ഇൻകം ഓഫ് എ പൊളിറ്റിക്കൽ പാർട്ടി. ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് കിട്ടുന്ന ഇൻകത്തിന്, താഴെ പറയുന്ന ഇൻകത്തിന് ടാക്സ് എക്സംഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, അതുപോലെ തന്നെ ഇൻകം ഫ്രം അതർ സോഴ്സ്, അതുപോലെ തന്നെ വളണ്ടറി കോൺട്രിബ്യൂഷൻ ഫ്രം എനി പേഴ്സൺ, അല്ലെ? അതായത് ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് കിട്ടുന്ന ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടുന്ന ഇൻകം, അതുപോലെ തന്നെ അതർ സോഴ്സിൽ നിന്ന് കിട്ടുന്ന ഇൻകം, പിന്നെ അതുപോലെ തന്നെ ഏതെങ്കിലും വ്യക്തി വളണ്ടറിലി എനി ഡൊണേഷൻ ആയിട്ടോ കോൺട്രിബ്യൂഷൻ ആയിട്ടോ അല്ലെങ്കിൽ എമൗണ്ട് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതും ടാക്സ് എക്സംഷൻ ആണ്. പക്ഷേ എന്ത് ചെയ്യണം? എല്ലാത്തിനും നമുക്ക് ടാക്സ് എക്സംഷൻ കിട്ടണമെങ്കിൽ കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഇത്തരത്തിലുള്ള ടാക്സ് എക്സംഷൻസ് കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ഇപ്പൊ പറയുന്ന ഇത്രയും ഇൻകത്തിന് ടാക്സ് എക്സംഷൻസ് കിട്ടണമെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻസ് ആണ് ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കണ്ടീഷൻ ആണ് ബുക്സ് ഓഫ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യണം. കറക്റ്റ് ആയിട്ട് പൊളിറ്റിക്കൽ പാർട്ടിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട് എന്ത് ചെയ്യണം? കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് സൂക്ഷിക്കണം. അതായത് പൊളിറ്റിക്കൽ പാർട്ടിക്ക് കിട്ടുന്ന എല്ലാ ഇൻകംസും എല്ലാ എക്സ്പെൻസുകളും എന്ത് ചെയ്യണം? അവര് വൗച്ചറിന്റെ അല്ലെങ്കിൽ സോഴ്സ് ഡോക്യുമെന്റിന്റെ സഹായത്തോട് കൂടിയിട്ട് അവരത് റെക്കോർഡ് ചെയ്ത് വെക്കണം. ഓക്കെ, ദെൻ അതുപോലെ തന്നെ എന്ത് ചെയ്യണം? അക്കൗണ്ട്സ് ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അതെന്ത് ചെയ്യണം? ഓഡിറ്റ് ചെയ്യണം. ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് അക്കൗണ്ടുകൾ എന്ത് ചെയ്യണം? ഓഡിറ്റ് ചെയ്ത് അതിന്റെ റിപ്പോർട്ടുകൾ തയ്യാറാക്കണം. ദെൻ അതുപോലെ തന്നെ അപ്പൊ ഇനി അടുത്ത് നോക്കൂ, മൂന്നാമത്തെ കണ്ടീഷൻ എന്താ നോക്കൂ. ഇപ്പൊ ഡൊണേഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെ? ഇപ്പൊ ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് കിട്ടുന്ന ഡൊണേഷൻ അതൊരു 10,000-നേക്കാളും കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യണം? ആ ഡൊണേഷൻ നൽകിയ ആളിന്റെ പേര്, അതുപോലെ തന്നെ അയാൾ എത്ര രൂപയാണ് തന്നത്, അതുപോലെ തന്നെ അയാളുടെ അഡ്രസ്സ്, ഇതൊക്കെ എന്ത് ചെയ്യണം? അവര് റെക്കോർഡായിട്ട് സൂക്ഷിച്ചു വെക്കണം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങള് ഫുൾഫിൽ ചെയ്തെങ്കിൽ മാത്രമേ, ഈ 3 കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്തെങ്കിൽ മാത്രമേ
ഈ ഇൻകത്തിന് പൊളിറ്റിക്കൽ പാർട്ടിക്ക് കിട്ടുന്ന ഈ ഇൻകത്തിന് എന്ത് കിട്ടുകയുള്ളൂ? ടാക്സ് എക്സംഷൻ കിട്ടുകയുള്ളൂ. ഓക്കെ ഓക്കെ അടുത്തൊരു ഭാഗം നോക്കാം. എക്സംപ്റ്റഡ് ഇൻകം ഫോർ നോൺ സിറ്റിസൺ ഓർ നോൺ റെസിഡന്റ് അസസി അല്ലെ. അതായത് ഇപ്പോ ഒരു നോൺ സിറ്റിസണും അല്ലെ, ഒരു ഫോറിനേഴ്സ് അല്ലെ, അല്ലെങ്കിൽ ഒരു വിദേശിക്കും അതുപോലെ തന്നെ നോൺ റെസിഡന്റ് അസസിക്കും കിട്ടുന്ന കുറച്ച് എക്സംപ്റ്റഡ് ഇൻകംസിനെ കുറിച്ചിട്ടാണ് ഈ ഭാഗത്ത് പറയുന്നത്. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് അവർക്ക് കിട്ടുന്ന അവരുടെ ഇൻകത്തിന് എന്തൊക്കെയാണ് എക്സംഷൻസ് കിട്ടുക എന്നുള്ളത് നോക്കാം. ഒന്നാമത് നോക്കാം, നോൺ റെസിഡന്റിന്റെ certain securities section 10 subsection 4 income of interest on some securities or bond. അപ്പൊ അതായത് ചില പ്രത്യേക സെക്യൂരിറ്റികൾക്കും അല്ലെങ്കിൽ ബോണ്ടിൽ നിന്നും ഒരു NRIക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല, ടാക്സ് എക്സംപ്റ്റഡ് ആണ്. ഇനി അതേപോലെ തന്നെ അടുത്തത് നോക്കാം, ഇൻട്രസ്റ്റ് ഓൺ സേവിംഗ് സർട്ടിഫിക്കറ്റ് സെക്ഷൻ 10 സബ്സെക്ഷൻ 4B. അതായത് ഇപ്പോ ഒരു നോൺ റെസിഡന്റിന്, അത് നോൺ റെസിഡന്റ് ഇൻഡിവിജ്വൽ ഓഫ് ഇന്ത്യൻ ഒറിജിൻ, അയാൾ ഇന്ത്യൻ ഒറിജിൻ ആണ്, പക്ഷെ എന്താണ്, നോൺ റെസിഡന്റ് ആണ്. അപ്പൊ അയാളുടെ വിദേശത്ത് നിന്ന് ഒരു ഫോറിൻ കറൻസി യൂസ് ചെയ്തിട്ട് വാങ്ങിയ ഒരു സേവിംഗ് സർട്ടിഫിക്കറ്റ്, അതിൽ നിന്ന് ലഭിക്കുന്ന ഇൻട്രസ്റ്റ് അതിനെന്തില്ല, ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല, ടാക്സ് എക്സംപ്റ്റഡ് ആണ്. ദെൻ അതുപോലെ തന്നെ ടാക്സ് പെയ്ഡ് ഓൺ റെമ്യൂണറേഷൻ ടു ഫോറിൻ ടെക്നീഷ്യൻ അല്ലെ. അതായത് ഇപ്പോ ടാക്സ് പെയ്ഡ് ഓൺ റെമ്യൂണറേഷൻ ടു ഫോറിൻ ടെക്നീഷ്യൻ സെക്ഷൻ 10 സബ്സെക്ഷൻ 5B. എന്താ ഇവിടെ പറയുന്നത്, അതായത് ഈ സെക്ഷനില്, അതായത് സെക്ഷൻ അസസ്മെന്റ് ഇയർ എന്താണ്, ഇപ്പതില്ല, ടാക്സ് എക്സംഷൻ ഇല്ല അല്ലെ. ഇതിന് 2003 to 4 മുതൽ അസസ്മെന്റ് ഇയർ 2003 to 4 ഈ ടാക്സ് എക്സംഷൻ ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പൊ അത് ടാക്സ് എക്സംപ്റ്റഡ് അല്ല. ഓക്കെ, ദെൻ അടുത്തത് നോക്കാം, ഇൻകം ആസ് ആൻ എംപ്ലോയി ഓഫ് എ ഫോറിൻ എന്റർപ്രൈസസ് അല്ലെ. സെക്ഷൻ 10 സബ്സെക്ഷൻ 6 ക്ലോസ് 6. എന്താ ഇവിടെ പറയുന്നത്, ഇപ്പൊ ഒരു ഫോറിൻ കമ്പനിയിലെ ഒരു എംപ്ലോയി അല്ലെ, ഇന്ത്യയിൽ ഇപ്പൊ അയാൾ 90 ഡേയ്സിനേക്കാളും കൂടുതൽ അയാൾ ഇന്ത്യയിൽ ഉണ്ട്, സ്റ്റേ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പക്ഷെ അയാൾക്ക് ആ ഒരു എന്താണ്, അയാൾ ഫോറിൻ കമ്പനിയിലുള്ള ഒരു എംപ്ലോയി ആണ്. ഇന്ത്യയിൽ എന്ത് ചെയ്തു, 90 ഡേയ്സ് കൂടുതൽ ആ ഒരു പ്രീവിയസ് ഇയറിൽ അയാൾ സ്റ്റേ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ കമ്പനിയുമായിട്ട് ഇന്ത്യയില് ഒരു ട്രേഡ് ബിസിനസ്സോ അല്ലെങ്കിൽ അത് അയാളുടെ ഫോറിൻ കമ്പനിയുമായിട്ട് ഇന്ത്യയിൽ ഒരു ബിസിനസ് കണക്ഷൻ ഒന്നുമില്ല എങ്കിൽ ഇത്തരം സാഹചര്യങ്ങളിൽ ആ എംപ്ലോയിക്ക് കിട്ടുന്ന ഇൻകം എന്താണ്, റെമ്യൂണറേഷൻ അല്ലെങ്കിൽ സാലറിക്ക് എന്തില്ല, ടാക്സ് എക്സംപ്റ്റഡ് ആണ് അല്ലെ. അതായത് അയാൾ ഒരു ഫോറിൻ കമ്പനിയിലെ എംപ്ലോയി ആണ്, അയാൾ ഇന്ത്യയിൽ താമസിച്ചു, 90 ഡേയ്സിനേക്കാളും കൂടുതൽ ആ ഒരു പ്രീവിയസ് ഇയറിൽ അയാൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ദെൻ മൂന്നാമത്തെ കണ്ടീഷൻ എന്തായിരുന്നു, അയാളുടെ ഫോറിൻ ബിസിനസ്സുമായിട്ട് ഇന്ത്യയുമായിട്ട് ഒരു ട്രേഡ് കണക്ഷൻ ഒന്നും ഇല്ല എങ്കിൽ അയാൾക്ക് കിട്ടുന്ന ആ ഒരു റെമ്യൂണറേഷൻ എന്തല്ല, ടാക്സ്, ഇന്ത്യയിൽ അയാൾ ടാക്സ് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ദെൻ അതുപോലെ തന്നെയാണ് റെമ്യൂണറേഷൻ ഡ്യൂറിങ് ട്രെയിനിങ് പീരീഡ് സെക്ഷൻ 10 സബ്സെക്ഷൻ 6 ക്ലോസ് 11 അല്ലെ. എന്താ ഇവിടെ പറയുന്നത്, ഒരു ഫോറിൻ കമ്പനിയുടെ എംപ്ലോയി അയാൾ എന്ത് ചെയ്തു, ട്രെയിനിങ്ങിന്റെ സമയത്ത് അല്ലെ, അയാൾക്ക് സാലറി കൊടുക്കുന്ന, റെമ്യൂണറേഷൻ കൊടുക്കുന്നത് ഫോറിൻ ഗവൺമെന്റ് ആണ്. ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ഇനി അയാൾ ഇന്ത്യയിൽ വരികയാണെങ്കിൽ അയാൾക്ക് ട്രെയിനിങ് പീരിയഡിൽ കിട്ടുന്ന ആ ഒരു സാലറി എന്താണ്, ടാക്സിൽ നിന്ന് എക്സംപ്റ്റഡ് ആണ്. പിന്നെ അതുപോലെ തന്നെ ടാക്സ് പെയ്ഡ് ഓൺ ബിഹാഫ് ഓഫ് ഫോറിൻ കമ്പനി സെക്ഷൻ 10 സബ്സെക്ഷൻ 6. എന്താ ഇവിടെ പറയുന്നത്, അതായത് ഇപ്പോ ഒരു ഇന്ത്യൻ ഗവൺമെന്റ് ഒരു ഫോറിൻ കമ്പനിയിലെ ഒരു എംപ്ലോയിക്ക് എന്ത് കൊടുക്കുകയാണ്, റോയൽറ്റിയോ ടെക്നിക്കൽ ഫീയോ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ടാക്സ് എക്സംഷൻ ഉണ്ടാവും അല്ലെ. അപ്പൊ അത് ഇന്ത്യൻ ഗവൺമെന്റ് ആയിരിക്കണം ഈ ഒരു റോയൽറ്റി അല്ലെങ്കിൽ ടെക്നിക്കൽ ഫീ കൊടുക്കേണ്ടത്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ അടുത്തതാണ് എന്ത്, ഇപ്പോ സെക്ഷൻ 10 സബ്സെക്ഷൻ C ഇന്ത്യയിലെ സെക്യൂരിറ്റി കണക്റ്റഡ് ആയിട്ടുള്ള എന്റർപ്രൈസസുകൾക്ക്, ഇപ്പൊ നമ്മളിപ്പോ എന്താണ്, ഇന്ത്യയിലെ ചില സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പൊ ഒരു ഫോറിൻ കമ്പനിയെ നിയമിച്ചു അല്ലെ. ഫോറിൻ കമ്പനിയുടെ ചില ടെക്നിക്കൽ സർവീസസ് ഇന്ത്യ മേടിച്ചു. ഓക്കെ, അപ്പൊ ഇന്ത്യ അതായത് ഒരു ഫോറിൻ കമ്പനിയിലെ ടെക്നിക്കൽ സർവീസസ് ഇന്ത്യയുടെ സെക്യൂരിറ്റി പ്രോബ്ലംസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മേടിച്ചു അല്ലെ. അപ്പൊ അതിനെന്ത് കിട്ടും, ഈ എന്താണ്, ആ ഫോറിൻ കമ്പനിക്ക് ഇൻകം കിട്ടും അല്ലെ. ആ ഇൻകത്തിന് എന്ത് കൊടുക്കണ്ട, ടാക്സ് കൊടുക്കണ്ട. പക്ഷെ അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, ഈ ടെക്നിക്കൽ സർവീസ് കോൺട്രാക്ട് സെൻട്രൽ ഗവൺമെന്റ്
അംഗീകരിച്ചതായിരിക്കണം, എങ്കിൽ മാത്രമേ ആ ഒരു എക്സംഷൻ കിട്ടുകയുള്ളൂ. ഇനി അതേപോലെ തന്നെ എന്തുണ്ട്, അലവൻസസ് ഓർ പെർക്യുസൈറ്റ്സ് ഔട്ട്സൈഡ് ഇൻ ഇന്ത്യ. ഇന്ത്യക്ക് പുറത്ത് ഒരു എംപ്ലോയിക്ക് ഗവൺമെന്റ് കൊടുക്കുകയാണ് എന്ത്, ഇന്ത്യക്ക് പുറത്താണ് കൊടുക്കുന്നത് ഇന്ത്യൻ ഗവൺമെന്റ് കൊടുക്കുന്ന പെർക്യുസൈറ്റ്സ് അല്ലെ. അതായത് ഇപ്പോ പെർക്യുസൈറ്റ്സ് എന്താന്നൊക്കെ നമുക്കറിയാം അല്ലെ. അതായത് സാലറിക്ക് പുറമെ എന്താണ് അവർ എംപ്ലോയീസിന് ഇപ്പൊ അക്കോമഡേഷൻ കൊടുക്കുക, അതുപോലെ തന്നെ ഫ്രീ ആയിട്ട് കാറ് കൊടുക്കുക, അങ്ങനെയുള്ള സർവീസസുകളൊക്കെ കൊടുക്കുക. അപ്പൊ അങ്ങനെ ഒരു ഇന്ത്യൻ ഗവൺമെന്റ് വിദേശത്ത് അല്ലെങ്കിൽ ഔട്ട്സൈഡ് ഇൻ ഇന്ത്യയിലെ ഒരു എംപ്ലോയിക്ക് പെർക്യുസൈറ്റ്സ് ഓർ അലവൻസസ് കൊടുക്കുന്നുണ്ടെങ്കിൽ എന്ത് കൊടുക്കേണ്ട, അതിന് ടാക്സ് ഇയാള് കൊടുക്കേണ്ട ആവശ്യമില്ല. ദെൻ അതുപോലെ തന്നെ സെക്ഷൻ 10 സബ്സെക്ഷൻ 8 പ്രകാരം റെമ്യൂണറേഷൻ ഫ്രം ഫോറിൻ ഗവൺമെന്റ് അണ്ടർ ടെക്നിക്കൽ അസിസ്റ്റന്റ് പ്രോഗ്രാം അല്ലെ. അതായത് ഒരു ഫോറിൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുമായുള്ള ഒരു കോർപ്പറേറ്റ് ടെക്നിക്കൽ അസിസ്റ്റന്റ് പ്രോഗ്രാം പ്രകാരം ഒരു ഇൻഡിവിജ്വലിന് കിട്ടുന്ന റെമ്യൂണറേഷൻ അത് ഫുള്ളായിട്ടും ടാക്സിൽ നിന്ന് എക്സംപ്റ്റ് ആണ്. എന്താ അവിടെ പറയുന്നത്, ഒരു ഫോറിൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുമായിട്ട് അവർക്ക് എന്തുണ്ട്, ഒരു കോർപ്പറേറ്റ് ടെക്നിക്കൽ അസിസ്റ്റന്റ് പ്രോഗ്രാം പ്രകാരം ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന റെമ്യൂണറേഷൻ ടാക്സിൽ നിന്ന് ഫുള്ളായിട്ടും എക്സംപ്റ്റഡ് ആണ് എന്നാണ് പറയുന്നത്. ദെൻ അതുപോലെ തന്നെ ലാസ്റ്റ് എന്താ പറയുന്നത്, ഇൻകം ഓഫ് ആൻ അഡ്വൈസർ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ എഗ്രിമെന്റ് അല്ലെ, സെക്ഷൻ 10 സബ്സെക്ഷൻ 8A പ്രകാരം. അതായത് ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ അല്ലെ, അതായത് ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷനും ഇന്ത്യൻ ഗവൺമെന്റും തമ്മിൽ ഒരു എഗ്രിമെന്റ് പ്രകാരം ഒരു അഡ്വൈസറെ നിയമിക്കുന്നു. ഓക്കെ, അപ്പോ ആ അഡ്വൈസർക്ക് കിട്ടുന്ന റെമ്യൂണറേഷൻ അത് എവിടെ നിന്നിട്ടാണ് കൊടുക്കുന്നത്, ഇന്റർനാഷണൽ ഓർഗനൈസേഷന്റെ ടെക്നിക്കൽ അസിസ്റ്റന്റ് ഗ്രാന്റിൽ നിന്നാണ് ആർക്ക് കൊടുക്കുന്നത്, ഈ അഡ്വൈസർക്ക് കൊടുക്കുന്ന റെമ്യൂണറേഷൻ കൊടുക്കുന്നത്. സോ ആ അഡ്വൈസർക്ക് കിട്ടുന്ന റെമ്യൂണറേഷൻ എന്താണ്, പൂർണ്ണമായും ടാക്സിൽ നിന്ന് എക്സംപ്റ്റഡ് ആണ്. അപ്പൊ ഇതുവരെ നമ്മൾ എന്താ പഠിച്ചത്, ഒരു നോൺ സിറ്റിസൺ അതുപോലെ തന്നെ ഒരു നോൺ റെസിഡന്റ് അസസിക്ക് കിട്ടുന്ന ടാക്സ് എക്സംപ്റ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആ ഒരു 10-11 പോയിന്റുകൾ ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ആ പോയിന്റുകളൊക്കെ അതുപോലെ മനസ്സിലാക്കിയിട്ട് പഠിക്കുക. ഓക്കെ.